ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ നമ്മുടെ കാൽഗറിയിൽ വന്നതാണ്. കാൽഗറിയിൽ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ ബൈക്സ് 2 എണ്ണം സെറാമിക് ചെയ്യാൻ വന്നതാണ്. ബൈക്സ് ഏതെന്ന് വെച്ചാൽ കവാസാക്കിയുടെ Z900 പിന്നെ കവാസാക്കിയുടെ തന്നെ ZX10R ആണ്. സോ ഈ 2 ബൈക്സ് സെറാമിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് കൊച്ചിയിൽ വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ ടൈം ഏകദേശം 5 മണിയായി. ഇന്ന് ഇപ്പം ഡേറ്റ് എന്ന് പറയുന്നത് 13-ാം തീയതിയാണ്, സൺഡേ ആണ്. സോ അത്യാവശ്യം മഴയുണ്ട് ഇന്നിവിടെ. സോ നിങ്ങൾക്ക് റൈഡിങ് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു നമുക്ക്, ബട്ട് റൈഡിങ് വീഡിയോ പോസിബിൾ ആണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഗോപ്രോ വെച്ച് റൈഡ് ചെയ്യുന്നതും നമുക്ക് റിയാക്ഷൻ വീഡിയോസ് എല്ലാം ഉടൻ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് കൊച്ചിയിൽ വന്ന് സെറാമിക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ട്രിവാൻഡ്രത്ത് കുറേ സ്ഥലത്ത് സെറാമിക്കിൻ്റെ റേറ്റ്സ് അന്വേഷിച്ചപ്പോൾ ഏകദേശം 8,000 to 9,000 റുപ്പീസ് വരെ ആവുന്നുണ്ടായിരുന്നു സൂപ്പർ ബൈക്സിന് ചെയ്യാൻ. സോ നമ്മുടെ കാൽഗറിയിൽ ഞാൻ ഇതിനു മുമ്പ് തന്നെ സെൽട്ടോസിന് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കോട്ടിംഗ് ആണ്, 1.5 ഇയർ വരെ നല്ല ലാസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ ആ വണ്ടി കൊടുത്തുകൊണ്ട് എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയത്തില്ല. അതിൽ നല്ല കോട്ടിംഗ് ആണ്. ഇവിടെ നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിലാണ് സെറാമിക് ചെയ്ത് കിട്ടുന്നത്, നല്ല ക്വാളിറ്റീസാണ്. സോ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വരെ ട്രാവൽ ചെയ്ത് വന്നത്. മാത്രമല്ല നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ടും കൂടെ കരുതിയാണ് ഞാൻ ട്രാവൽ ചെയ്തത്. ഫസ്റ്റ് സർവീസും നമുക്ക് ചെയ്തായിരുന്നു, കൂടാതെ സെറാമിക്കും ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് സർവീസ് എത്രയായെന്ന് ചോദിച്ചാൽ 10R ഏകദേശം ഒരു 8,300 ആ ഒരു റേറ്റിനെ ആയിട്ടുള്ളൂ. നമ്മുടെ Z900 ആണെങ്കിലും 7,800, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. സോ കവാസാക്കിയുടെ ഒരു സർവീസ് എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നല്ല നീറ്റായിട്ട് അവർ സർവീസ് ചെയ്തിട്ടുണ്ട്. സോ എന്തൊക്കെ ചേഞ്ച് ചെയ്തെന്ന് വെച്ചാൽ എൻജിൻ ഓയിൽ ഫിൽറ്റർ അങ്ങനെ കുറേ സംഭവങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടി കുറച്ചുകൂടെ ഒരു സ്മൂത്ത് ആയിട്ടുണ്ട്. സോ വണ്ടിയുടെ നല്ല കിട്ടില്ല വീഡിയോസ് ഉടൻ തന്നെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം എന്താ മഴ നല്ലതുപോലെ വരുന്നുണ്ട്. സോ നമുക്ക് എത്രയും പെട്ടെന്ന് കാൽഗറി പോയി വണ്ടി ഡെലിവർ ചെയ്യാം. സോ നമുക്ക് ഇനി വണ്ടി ഡെലിവർ ചെയ്യുന്ന ആ ഒരു വീഡിയോയിലോട്ട് പോവാം. ബ്രോ, നമ്മൾ കാൽഗറിയിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളിതാ കാൽഗറിയിൽ. നമ്മുടെ വണ്ടി ഇവിടെ അകത്ത് കാണാനില്ല, അതൊരു ടൂക്സോൺ കിടക്കും എന്തായാലും. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കാൽഗറിയുടെ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മുടെ 2 ബൈക്കും സെറാമിക് കോട്ടിങ് കഴിഞ്ഞ് നല്ല കിട്ടില്ലമായി തിരിപ്പുണ്ട്. സോ നിങ്ങൾക്ക് ബൈക്സ് ഒന്നും കാണണ്ടേ? ദേ എൻ്റെ ബാക്കിലിരിക്കുന്നു നമ്മുടെ കവാസാക്കി ZX10Rഉം കവാസാക്കിയുടെ Z900. ഇത് രണ്ടും 2023 മോഡൽസിൻ്റെ കളേഴ്സാണ്. കാരണം കളർ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ കവാസാക്കി വന്നിട്ടുള്ളത് 2023. അത്യാവശ്യം നല്ല കിട്ടില്ല കളേഴ്സാണെന്ന് പറയാം. സോ ഞാൻ നിങ്ങൾക്ക് ഇനി സെറാമിക് ചെയ്തതിൻ്റെ ഒരു ക്ലോസർ വീഡിയോ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു നിഞ്ച ZX10R എവിടെയൊക്കെയാണ് സെറാമിക് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ബോഡി പെയിൻറ്റഡ് പാർട്സ്, ഈ ഗ്രീൻ ബ്ലാക്ക് ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് അലോയ് വീൽസിൽ ചെയ്തിട്ടുണ്ട്.
അലോയ് വീൽസിൻ്റെ ഏരിയയിലും സെറാമിക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഈ ഒരു ഫ്രണ്ടിലെ വൈസറിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്ലാസ്റ്റിക് പാർട്സിലൊക്കെ ചെറുതായിട്ട് ഒരു ട്രിം കോട്ട് ഇട്ടിട്ടുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റിലും ചെയ്തിട്ടുണ്ട്. ഹെൽമെറ്റിൽ വൈസറിലും ഈ ഒരു പെയിൻറ്റഡ് പാർട്സിലുമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു Z900 നോക്കുകയാണെങ്കിൽ ഇതിൽ മാറ്റായിട്ട് ഉള്ള കുറച്ച് പാർട്സ് ഉണ്ട്, മാറ്റ് ഫിനിഷ് വരുന്നത്. ഈ ഒരു പോർഷനൊക്കെ മാറ്റ് ഫിനിഷാണ്. സോ ഇവിടെ മാറ്റ് ഫിനിഷിന് വേണ്ടിയിട്ടുള്ള സെറാമിക് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഗ്ലോസി ഫിനിഷിന് വേണ്ടിയിട്ടുള്ള സെറാമിക് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ഒരു ഫൈബർ പാർട്സിലൊക്കെ ട്രിം കോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അലോയ് വീൽസിലും സെറാമിക് ചെയ്തിട്ടുണ്ട്. എൻജിൻ സൈഡ് മാത്രമാണ് സെറാമിക് വരാത്തത്. ഇവിടെ ഈ ഫ്രെയിം ഇതെല്ലാം സെറാമിക് ചെയ്തിട്ടുണ്ട്. എൻജിൻ സൈഡിൽ സെറാമിക് വരാത്തതെന്ന് വെച്ചാൽ ഹീറ്റ് വരുന്ന പോർഷൻ ആയതുകൊണ്ട് തന്നെ സെറാമിക് അവിടെ ലാസ്റ്റ് ചെയ്യത്തില്ല. സോ അതുകൊണ്ട് അവിടെ സെറാമിക് ഇല്ല. ബാക്കി ഈ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഈ ഒരു പോർഷൻ അവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ മാറ്റ് ഫിനിഷ് പോർഷനിലും അതിൻ്റെ മാറ്റ് ഫിനിഷിൻ്റെ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും സെറാമിക് കോട്ടിങ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെറാമിക് കോട്ടിങ് നിങ്ങൾ ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് വണ്ടിയുടെ ആ ഒരു പെയിൻറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി നിലനിർത്താൻ പറ്റും. നമ്മൾ ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഷൈനിങ് ആയിരിക്കും എപ്പോഴും കാണുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും മെയിൻലി സെറാമിക് കോട്ടിങ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു ഷൈനിങ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. No, I'm not giving in. No, I'm not giving in. No, I'm not giving in. No, I'm not giving. സോ നിങ്ങളിപ്പം കാറിനോ ബൈക്കിനോ സെറാമിക് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാൽഗറിയെ കോൺടാക്ട് ചെയ്യുക. കാൽഗറി നല്ല ഓഫേഴ്സ് തരും. സോ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞ് ചെറിയൊരു ഡിസ്കൗണ്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. നല്ല കിട്ടിലായിട്ട് ഡിസ്കൗണ്ടൊക്കെ ഇട്ട് തരും. നമുക്ക് പെട്ടെന്ന് ചെയ്തു തരുന്നതിന് ഒത്തിരി ദിവസം വണ്ടി ഇവിടെ ഇട്ടേക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ അവർ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു തരും. വണ്ടി നല്ല നീറ്റായിട്ട് ചെയ്ത് തരുന്നത്. കാരണം എനിക്കൊരു 1.5 years ഒരു കോട്ടിങ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. സെൽട്ടോസിന് ഞാൻ ചെയ്തത്. സോ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ മുകളിലിടാം. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ വീണ്ടും ട്രിവാൻഡ്രത്ത് നിന്ന് ട്രാവൽ ചെയ്ത് കൊച്ചിയിൽ വന്ന് ഇവിടെ നിന്ന് ചെയ്തത് ഈ ബൈക്സ് രണ്ടും. സോ വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് എനിക്ക് കാൽഗറി നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാൽഗറി റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെ. സോ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതിലേക്ക് ബൈ.